ലൂക്കോസ് അധ്യായം 21. യേശു തലപൊക്കി നോക്കിയപ്പോൾ ധനവാന്മാർ ദൈവാലയ ഭണ്ഡാരത്തിൽ വഴിപാട് ഇടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 ചെറിയ ചെമ്പുകാശ് ഇടുന്നതും അദ്ദേഹം കണ്ടു. ഈ ദരിദ്രയായ വിധവ മറ്റെല്ലാവരെക്കാളും കൂടുതൽ ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഇവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നുള്ള വഴിപാടുകളാണ് അർപ്പിച്ചത്. ഇവളോ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുണ്ടായിരുന്നത് മുഴുവൻ ഇട്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ചിലർ ദൈവാലയത്തെക്കുറിച്ച് അത് മനോഹരമായ കല്ലുകളാലും വഴിപാടുകളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്നത് കല്ലിന്മേൽ കല്ലു ശേഷിക്കാത്ത വിധം എല്ലാം ഇടിച്ചു കളയുന്ന കാലം വരുന്നു. ഗുരു, എപ്പോഴാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുക? അവ സംഭവിക്കാറാകുമ്പോൾ അതിനുള്ള അടയാളം എന്തായിരിക്കും? അവർ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാനാണ് എന്നും സമയം അടുത്തിരിക്കുന്നു എന്നും അവകാശപ്പെട്ടുകൊണ്ട് പലർ എന്റെ നാമത്തിൽ വരും. അവരുടെ പിന്നാലെ പോകരുത്. നിങ്ങൾ യുദ്ധങ്ങളെയും കലാപങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ പരിഭ്രമിച്ചു പോകരുത്. ഇവ ആദ്യം സംഭവിക്കേണ്ടതാകുന്നു, എന്നാൽ അവസാനം ഉടനെ ഉണ്ടാവുകയില്ല. തുടർന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു, ഇനി ജാതി ജാതിയോടും രാഷ്ട്രം രാഷ്ട്രത്തോടും കലഹിക്കും. വലിയ ഭൂകമ്പങ്ങളും വിവിധ സ്ഥലങ്ങളിൽ ക്ഷാമങ്ങളും പകർച്ചവ്യാധികളും ഭയങ്കര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും. എന്നാൽ ഇതിനെല്ലാം മുമ്പേ എന്റെ നാമം നിമിത്തം അവർ നിങ്ങളെ പിടികൂടി പീഡിപ്പിക്കും. അവർ നിങ്ങളെ പള്ളികളിലും കാരാഗ്രഹങ്ങളിലും ഏൽപ്പിച്ചു കൊടുക്കും. രാജാക്കന്മാർക്കും നാടുവാഴികൾക്കും മുമ്പാകെ നിങ്ങളെ കൊണ്ടുചെല്ലും. അത് നിങ്ങൾക്ക് സാക്ഷ്യത്തിനുള്ള അവസരമായിരിക്കും. അതുകൊണ്ട് എങ്ങനെ പ്രതിവാദം നടത്തും എന്ന് മുൻകൂട്ടി ഓർത്ത് വിഷമിക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കുവാനോ എതിരു പറയുവാനോ കഴിയാത്ത വാക്കുകളും പരിജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് നൽകും. മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും സ്നേഹിതരും നിങ്ങളെ ഒറ്റിക്കൊടുക്കും. അവർ നിങ്ങളിൽ ചിലരെ കൊന്നുകളയും. ഞാൻ നിമിത്തം എല്ലാവരും നിങ്ങളെ വെറുക്കും. എന്നാൽ നിങ്ങളുടെ ഒരു തലമുടി പോലും നശിച്ചു പോകയില്ല. നിങ്ങൾ സഹിഷ്ണുത കൊണ്ട് നിങ്ങളുടെ ജീവനെ നേടും. എന്നാൽ സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന് വിനാശം അടുത്തിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുക. അന്ന് യഹൂദിയയിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോകട്ടെ. നഗരത്തിനകത്തുള്ളവർ അവിടം വിട്ടു പോകട്ടെ. നാട്ടിൻപുറങ്ങളിലുള്ളവർ നഗരത്തിൽ കടക്കാതിരിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ എഴുതിയിരിക്കുന്നതെല്ലാം നിറവേറുന്ന പ്രതികാരത്തിന്റെ കാലമാകുന്നു അത്. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അയ്യോ കഷ്ടം. ദേശത്തു വലിയ ഞെരുക്കവും ഈ ജനത്തിനു നേരെ ക്രോധവും ഉണ്ടാകും. അവർ വാൾ കൊണ്ട് വെട്ടേറ്റു വീഴുകയും അവരെ സകല രാഷ്ട്രങ്ങളിലേക്കും ബന്ധനസ്ഥരാക്കി കൊണ്ടുപോവുകയും ചെയ്യും. വിജാതിയർ തങ്ങളുടെ കാലം തികയുവോളം യെരുശലേമിനെ ചവിട്ടിമെതിക്കും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങളുണ്ടാകും. കടൽ അലറുകയും ഇളകി മറിയുകയും ചെയ്യുകയാൽ ഭൂമിയിലെ രാഷ്ട്രങ്ങൾക്ക് നിരാശയും പരിഭ്രമവും ഉണ്ടാകും. ആകാശഗോളങ്ങൾ ഇളകിപ്പോകുന്നതുകൊണ്ട് ഭൂലോകത്തിന് എന്ത് ഭവിക്കുമെന്ന ആശങ്കയോടെ മനുഷ്യർ ഭീതി നിമിത്തം ബോധമറ്റ് വീണുപോകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നതവർ കാണും. ഇവ സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തുകൊണ്ടിരിക്കയാൽ നിവർന്ന് തലയുയർത്തുവിൻ. പിന്നെ യേശു അവരോട് ഈ ഉപമ പറഞ്ഞു, അത്തിവൃക്ഷത്തെയും സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ. അവ തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ സ്വതവേ മനസ്സിലാക്കുന്നു. അങ്ങനെ തന്നെ ഇവ സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാം. ഇവയെല്ലാം സംഭവിച്ചു തീരുവോളം ഈ തലമുറ കടന്നു പോവുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും നീങ്ങിപ്പോകും, എന്റെ വചനങ്ങളോ ഒരു നാളും നീങ്ങിപ്പോകയില്ല. അമിത ഭക്ഷണത്താലും മദ്യപാനത്താലും ജീവിതത്തിന്റെ ചിന്താകുലങ്ങളാലും നിങ്ങളുടെ ഹൃദയം ഭാരപ്പെടുകയും ആ നാൾ ഒരു കെണിയെന്ന പോലെ നിങ്ങളുടെ മേൽ വരികയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് ഭൂതലത്തിൽ ജീവിക്കുന്ന സകലരുടെ മേലും വരും. സംഭവിപ്പാനിരിക്കുന്ന ഇവയെല്ലാറ്റിൽ നിന്നും രക്ഷപ്പെടുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും ജാഗ്രതയുള്ളവരായിരിപ്പിൻ. യേശു
പകൽ തോറും ദൈവാലയത്തിൽ ഉപദേശിക്കുകയും സന്ധ്യതോറും പുറപ്പെട്ട് ഒലിവുമലയിൽ ചെന്ന് രാത്രി ചെലവഴിക്കുകയും ചെയ്തിരുന്നു. ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ വചനം കേൾക്കേണ്ടതിന് അതിരാവിലെ ദൈവാലയത്തിൽ വന്നുകൊണ്ടിരുന്നു.